പാനൂർ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടതിനെ രാഷ്ട്രീയമായി കാണേണ്ടതില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേരളത്തിൽ ബോംബ് നിർമ്മിക്കേണ്ട ആവശ്യമില്ലെന്നും ബോംബ് നിർമ്മാണത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഫോടനത്തിൽ മരിച്ച ഷെറിന്റെ വീട് CPM പ്രാദേശിക നേതാക്കൾ സന്ദർശിച്ചതിനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുണയ്ക്കുകയും ചെയ്തു. മനുഷ്യത്വത്തിന്റെ ഭാഗമായാണ് CPM നേതാക്കൾ മരിച്ചയാളുടെ വീട്ടിൽ പോയത്. മരിച്ച വീടുകളിൽ പോകുന്നത് സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമാണ്. അതിന്റെ അർത്ഥം അവർ ചെയ്ത കുറ്റത്തോട് മൃദു സമീപനം ഉണ്ടെന്നല്ല. മനുഷ്യത്വത്തിന്റെ ഭാഗമായി ഇതിനെ കണ്ടാൽ മതിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് സാധാരണഗതിയിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിലെ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിയമപരമായിട്ട് നടപടികളുടെ കാര്യങ്ങൾ അത് ശക്തമായിട്ടുള്ള നടപടികൾ. അതിനകത്തൊന്നും രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കാണാൻ പറ്റില്ല. തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടികൾ. നിങ്ങളുടെ വീട്ടിനടുത്ത് ഒരാൾ മരണപ്പെട്ടിരിക്കുന്നു. നടക്കുന്നവരായിരിക്കും നിങ്ങൾ കുറ്റം ചെയ്യുകയാണെങ്കിൽ ആ വീട്ടിലുള്ള വീട്ടുകാർ അവിടെ മരിച്ചവർക്ക് പുറമെയുള്ള അവരുടെ മറ്റു ആളുകൾ നിങ്ങളുടെ തൊട്ടടുത്താണെങ്കിൽ നിങ്ങളവിടെ പോകും. സാധാരണ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കാറില്ല. അതിന്റെ അർത്ഥം കുറ്റത്തോട് സമീപനമുണ്ട്. കുറ്റത്തോട് ഒരു തരത്തിലുള്ള സമീപനമുണ്ട്. പക്ഷെ മനുഷ്യരെപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകുന്നതാണ്. അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ. പത്തനംതിട്ട ലോക്സഭാ സ്ഥാനാർത്ഥി തോമസ് ഐസക്കിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം അടൂരിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസിനും BJPക്കുമെതിരെയും മുഖ്യമന്ത്രി രൂക്ഷ വിമർശനങ്ങൾ നടത്തി. കേരളത്തോട് ശത്രുതാ മനോഭാവമാണ് BJPക്കും കോൺഗ്രസിനുമുള്ളത്. അതിനെതിരെ ഒരു വികാരം സംസ്ഥാനത്ത് ഉയർന്നു വന്നിട്ടുണ്ട്. അതിനനുസൃതമായ ഒരു വിധിയായിരിക്കും തെരഞ്ഞെടുപ്പിലുണ്ടാവുക. കേന്ദ്രം കേരളത്തോട് കാണിക്കുന്ന അവഗണനയും വിവേചനവും പ്രതികാര ബുദ്ധിയുമാണ് സംസ്ഥാനത്ത് ഇന്നുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് ഇടയാക്കിയിട്ടുള്ളത്. അത് മറച്ചുവെക്കാനാണ് ഇവർക്ക് താല്പര്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പലരും ചിത്രീകരിക്കുന്നത് പോലെ കേരളം കടക്കിണിയിൽപ്പെട്ട ഒരു സംസ്ഥാനമല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തനംതിട്ട. Mount Zion Medical College Hospital, Adur, Pathanamthitta.